കണ്ണൂർ സർവകലാശാല സാഹിത്യോത്സവത്തിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകാസത്തെ മുഖ്യാതിഥിയാക്കിയതിൽ വിശദീകരണം തേടി വൈസ് ചാൻസലർ. മുൻ നിശ്ചയിച്ച മുഖ്യാതിഥി മാറിയതിലാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. VSC സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. UAPA കേസിൽ അറസ്റ്റിലായിരുന്ന പ്രബീർ പുരകാസത്തെ സുപ്രീം കോടതി പിന്നീട് കുറ്റവിമുക്തനാക്കിയിരുന്നു. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, ഇതിൽ VSC മാറി നിൽക്കേണ്ട സാഹചര്യം എന്താണ്? മാറി നിൽക്കുന്നതിന് എന്തെങ്കിലും കൃത്യമായ വിശദീകരണം ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ അദ്ദേഹം വിശദീകരണം തേടുകയാണ്, മറിച്ച് പുരകാസത്തെ അസിയായി വിളിച്ചത്. തീർച്ചയായിട്ടും സ്തുതി. അതായത് ഈ കണ്ണൂർ സർവകലാശാലയുടെ സാഹിത്യോത്സവത്തിൽ പ്രവീൺ പുരക്കാസ്ത എങ്ങനെയാണ് പങ്കെടുത്തത്, ഇതിനു മുൻപ് നിശ്ചയിച്ച മുഖ്യാതിഥി മാറി പ്രബീർ എങ്ങനെയാണ് വളരെ പെട്ടെന്ന് മുഖ്യാതിഥിയായി വന്നത് എന്നതിലാണ് ഇപ്പോൾ VC ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇദ്ദേഹവുമായി വേദി പങ്കിടുന്നതിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിലോ വിയോജിപ്പ് തനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ മുന്നേ നിശ്ചയിച്ച മുഖ്യാതിഥി മാറി പ്രബീർ പുരക്കാസ്ത എങ്ങനെയാണ് ഈ സർവകലാശാലയുടെ സാഹിത്യോത്സവത്തിൽ വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനം മാറിയതിലുള്ള ഒരു നീരസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രജിസ്ട്രാറോടാണ് അദ്ദേഹം ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടത്. എങ്ങനെയാണ് ഈ മുഖ്യാതിഥിയെ മാറ്റിയത് എന്നതിലാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. അല്ലാതെ പ്രബീർ പുരക്കാസ്ത ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ താൻ ചോദ്യം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ താൻ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് അറിയിച്ചിട്ടില്ല. പക്ഷേ ഈ മുഖ്യാതിഥി മാറിയതിലാണ് തനിക്ക് എതിർപ്പുള്ളത്. അത് തന്നോട് അറിയിച്ചിരുന്നില്ല. താൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മുഖ്യാതിഥിയായി നിശ്ചയിക്കുന്ന ഒരാളെ വളരെ പെട്ടെന്ന് മാറുമ്പോൾ തന്നോട് അറിയിക്കേണ്ടിയിരുന്നു. അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ഈ ഉദ്ഘാടന പരിപാടിയിൽ ഉൾപ്പെടെ താൻ പങ്കെടുക്കാതിരുന്നത് എന്നുള്ളതാണ് ഈ VC ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. സർവകലാശാല യൂണിയൻ ഇക്കാര്യത്തിൽ പറയുന്ന വിശദീകരണം എന്താണ്? സർവകലാശാല യൂണിയൻ പറയുന്നത് ഇത്തരത്തിൽ നേരത്തെ തന്നെ നിശ്ചയിച്ചതായിരുന്നു, അത് ഈ VCയോട് ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തതായിരുന്നു എന്നുള്ളതാണ് സർവകലാശാലയുടെ യൂണിയന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. SFI നേതൃത്വം നൽകുന്ന ഒരു യൂണിയനാണ്. യൂണിയന്റെ നേതൃത്വത്തിൽ 3 ദിവസത്തെ സാഹിത്യ ക്യാമ്പാണ് കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് നടന്നത്. കേരള ലിറ്ററേച്ചർ കണ്ണൂർ യൂണിവേഴ്സിറ്റി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എന്ന പേരിലാണ് ഈ പരിപാടി നടക്കുകയും ചെയ്തത്. നിരവധിയായിട്ടുള്ള സാഹിത്യ രംഗത്തുള്ള അല്ലെങ്കിൽ സാമൂഹ്യ രംഗത്തുള്ള നിരവധിയായിട്ടുള്ള വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ പ്രബീർ പുരക്കാസ്ത ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കാര്യം അറിയിച്ചിരുന്നു, അത് നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ആ കാര്യം ഉൾപ്പെടെ ഈ VCയോട് അറിയിക്കുകയും ചെയ്തതായിരുന്നു എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഭാരവാഹികളും അതുപോലെ തന്നെ ഈ ഇതിന്റെ സംഘാടകരായിട്ടുള്ളവരും അറിയിച്ചത്. ഏതെങ്കിലും തരത്തിൽ വളരെ പെട്ടെന്ന്, അതായത് ഈ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന ദിവസമോ അല്ലെങ്കിൽ അതിന്റെ തലേ ദിവസമോ മാത്രമോ നിശ്ചയിച്ചതല്ല. മുൻകൂട്ടി തന്നെ നോട്ടീസ് ഉൾപ്പെടെ അച്ചടിച്ച് അല്ലെങ്കിൽ ബ്രോഷർ ഉൾപ്പെടെ അച്ചടിച്ച് നൽകിയതാണ്. വളരെ പെട്ടെന്ന് തീരുമാനിച്ചതല്ല എന്നുള്ളതാണ് ഈ സർവകലാശാല യൂണിയൻ നൽകുന്ന വിശദീകരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവകലാശാല യൂണിയനും VCയും നൽകുന്ന ഈ പ്രതികരണങ്ങളിൽ നിന്നും ചില വ്യത്യസ്തതകൾ അല്ലെങ്കിൽ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനി ഇതിന്റെ ഔദ്യോഗികമായ ഭാരവാഹികൾ ഒരുപക്ഷെ പത്രസമ്മേളനം ഉൾപ്പെടെ നടത്തി വിശദീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ പ്രബീർ പുരക്കാസ്ത ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ സർവകലാശാല VC രജിസ്ട്രാറോട് വിശദീകരണം ആവശ്യപ്പെട്ടത്. മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന മുഖ്യാതിഥി മാറി പ്രബീർ പുരക്കാസ്ത ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി മാറിയതിലുള്ള ഒരു എതിർപ്പാണ് VC പ്രകടിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശരി, അർജുൻ കല്യാടാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകി.